അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ബെസ്റ്റ് സോഷ്യൽ വ്ലോഗർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് താങ്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് സർ. അവാർഡ് കിട്ടിയതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഞാൻ പൊതുവെ അങ്ങനെ അവാർഡുകൾ സ്വീകരിക്കുന്ന ആളല്ല. പിന്നെ അമൃത TV ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു. അത് എനിക്ക് തരാൻ താല്പര്യപ്പെടുന്നു പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇവിടെ എന്താ നടക്കണമെന്നൊന്ന് കാണാലോ, എന്തൊക്കെ സംഭവം എന്നറിയാന്ന് വിചാരിച്ചാണ് സത്യം പറയുമ്പോൾ അവർ വന്നത്. വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോ കൃഷ്ണേന്ദ്രനെ അതുപോലെ ധ്യാൻ ശ്രീനിവാസനെ പിന്നെ എന്റെ ചിരകാല സുഹൃത്ത് ശ്രീകണ്ഠൻ നായരൊക്കെ കാണാൻ കഴിഞ്ഞു. സന്തോഷ് ജോർജ് കുളങ്ങരെ നേരത്തെ അറിയാവുന്നതാണ്, അദ്ദേഹത്തെ പരിചയം പുതുക്കാൻ സാധിച്ചു. പിന്നെ നിങ്ങളൊക്കെ കാണാൻ പറ്റി, അത് സന്തോഷമുള്ള കാര്യം. സാധാരണ നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലും വ്ളോഗിങ്ങിലേക്ക് എത്തുന്നത്. പക്ഷെ സാർ അതിൽ തുടങ്ങാൻ വന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, മനസ്സിൽ ആദ്യം ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ വന്ന അത് എപ്പോഴായിരുന്നു? സത്യത്തിൽ ഞാൻ പ്രിന്റ് മീഡിയയുള്ള സമയത്ത് പ്രിന്റിൽ തന്നെ തുടങ്ങിയ ആളാണ്. പ്രിന്റിൽ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയ ആളാണ്. പിന്നെ TV വന്നപ്പോ TV പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ആയപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ കാലത്തിനൊപ്പം മാറിയ ആളാണ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് പുതിയ കുട്ടികൾ ആക്ച്വലി ഫോണ് 24 മണിക്കൂർ ഉപയോഗിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കയ്യിലേ ഫോൺ കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണം എന്നൊക്കെ സാറിന് തോന്നുന്നുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചുള്ള അവര് ഫോണിന്റെ അഡിക്ഷൻ ആവുന്നത് അത് മനഃശാസ്ത്രപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇത് നിയന്ത്രിച്ചിട്ടുണ്ട്, ചിലയിടത്തൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നിരോധനമൊക്കെ എന്തുമാത്രം ഫലപ്രദമാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടാത്തതിനെ തുടർന്ന് തൂക്കി മരിച്ച കേസൊക്കെ പലർത്തുന്നത്. അതേ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ കണ്ട് ഈ ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞ ചില കളികൾ കണ്ടിട്ട് മരിച്ച കുട്ടികളുണ്ട്. എന്റെ തൊട്ടടുത്ത ഗ്രാമത്തിൽ തന്നെ ഒരു കുട്ടി ഇതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് ഇതുപോലെ എന്തോ ചെയ്ത് മരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. വളരെ അവൽക്കരമായ ഒരു സ്ഥിതിവിശേഷം ഇതിനകത്ത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉരുത്തിരിച്ച് വരുന്നുണ്ടെന്നുള്ള സത്യം. ഒരാള് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് അറിയില്ല, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെന്ത് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കേണ്ടത്? അത് വളരെ കുഴപ്പം പിടിച്ച ഒരു ചോദ്യമാണ്. അതിന് അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന ഒരു സംഗതിയുമല്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. പക്ഷെ എങ്ങനെ ശ്രദ്ധിക്കും? മാതാപിതാക്കൾ തന്നെ ഏത് സമയത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അവരാദ്യം തന്നെ അഡിക്ഷൻ നിർത്തിയിട്ട് കുട്ടികളെ ഉപദേശിക്കാനുള്ള അതിന്റെ ഒരു ഭംഗി. സത്യത്തിൽ ഞാനോ നിങ്ങൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും സാറിന്റെ ഈ ഒരു യാത്ര തന്നെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പം മാധ്യമത്തിൽ തന്നെ ഈ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനും സാറിന്റെ ലൈഫ് കണ്ടാണ് ഞങ്ങൾ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് സാർ, ഈ ഒരു അവാർഡ് കിട്ടിയത്. നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് A. ജയശങ്കർ.